മൂത്രത്തിൽ നിന്ന് വൈദ്യുതിയും ജൈവവളവും ഉൽപ്പാദിപ്പിക്കാമെന്ന കണ്ടെത്തലുമായി പാലക്കാട് IIT-യിലെ ഗവേഷക സംഘം ആദ്യഘട്ടത്തിൽ ഗോമൂത്രം ഉപയോഗിച്ചുള്ള പരീക്ഷണം വിജയിച്ചു. കണ്ടെത്തലുകൾ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ടെക്നോളജി എന്ന ഓൺലൈൻ ജേണലിൽ പ്രസിദ്ധപ്പെടുത്തി. മനുഷ്യമൂത്രം ഉപയോഗിച്ച് പരീക്ഷണത്തിനൊരുങ്ങുകയാണ് സംഘം. 20,000 രൂപ വരെയാണ് ഈ പരീക്ഷണത്തിനുള്ള വസ്തുക്കൾക്കായി ചെലവിട്ടത്. വാണിജ്യാടിസ്ഥാനത്തിൽ തയ്യാറാക്കുമ്പോഴുണ്ടാകുന്ന ചെലവ് കണക്കാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് 2 വർഷം മുമ്പാണ് സംഘം പരീക്ഷണം ആരംഭിച്ചത്. പേറ്റന്റിനും അപേക്ഷിച്ചിട്ടുണ്ട്. അടുത്തിടെ ഹൈദരാബാദിൽ നടന്ന ഇൻവെന്റീവ് മേളയിൽ ഇവരുടെ പ്രൊജക്ട് ശ്രദ്ധ നേടിയിരുന്നു. മനുഷ്യമൂത്രം ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിൽ വിജയിച്ചാൽ ഷോപ്പിംഗ് മാളുകൾ, സ്കൂളുകൾ, സിനിമാ തിയേറ്ററുകൾ എന്നിവിടങ്ങളിൽ ഈ സംവിധാനം സ്ഥാപിച്ച് വൈദ്യുതിയും വളവും ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന് സംഘം പറയുന്നു. ഈ വൈദ്യുതി ഉപയോഗിച്ച് മൊബൈൽ ഫോൺ, എമർജൻസി വിളക്ക് എന്നിവ ചാർജ് ചെയ്യുന്നതിനും LED വിളക്കുകൾ കത്തിക്കുന്നതിനും സാധിക്കുന്നു. 1 ലിറ്റർ മൂത്രത്തിൽ നിന്ന് 10 ഗ്രാം വളം ലഭിക്കുമെന്നും ഗവേഷക സംഘം പറയുന്നു. IIT-യിലെ സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീണ ഗംഗാധരൻ, പ്രൊജക്ട് സയന്റിസ്റ്റ് ഡോക്ടർ PM ശ്രീജിത്ത്, ഗവേഷക വിദ്യാർത്ഥി V സംഗീത, റിസർച്ച് അസോസിയേറ്റ് 1 റീനു, അന്ന, കോശി എന്നിവരാണ് ഗവേഷണ സംഘത്തിലുള്ളത്. ഒരു ചേംബറിൽ ശേഖരിച്ച ഗോമൂത്രം ആദ്യം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ചെറിയ സെല്ലുകളിലേക്ക് മാറ്റുന്നു. പരസ്പര ബന്ധിതമായ ഈ സെല്ലുകൾക്കുള്ളിൽ ആനോഡായി മഗ്നീഷ്യം ഇലക്ട്രോഡും കാഥോഡായി എയർ കാഥോഡും ഉപയോഗിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ 50 സെല്ലുകളാണ് ഉപയോഗിച്ചത്. ഒരു സെല്ലിൽ 100 മില്ലി ലിറ്റർ ഗോമൂത്രമാണ് ശേഖരിക്കുന്നത്. മൂത്രവും ഇലക്ട്രോഡുകളുമായുള്ള രാസപ്രവർത്തനത്തിലൂടെയാണ് വൈദ്യുതി ഉണ്ടാവുന്നത്. 10 എണ്ണമുള്ള ഒരു സെറ്റിൽ നിന്ന് ശരാശരി 1.5 വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള മൂത്രത്തിന്റെ ശേഷി കുറഞ്ഞു വരുന്നതോടെ മറ്റൊരു ചേംബറിലേക്ക് കുഴൽ വഴി മാറ്റുന്നു. ഒരു പൽചക്രം ഉപയോഗിച്ച് ഇവയെ കലർത്തും. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും പൊടി രൂപത്തിലുള്ള വളം അടിയും. ഫോസ്ഫറസ്, അമോണിയ, മഗ്നീഷ്യം എന്നിവ അടങ്ങിയ ഈ വളം ചെടികൾക്ക് നേരിട്ട് പ്രയോഗിക്കാം. വിപണിയിൽ ലഭ്യമായ വളങ്ങളിലുള്ളതിന് സമാനമായ അളവിലുള്ള ഘടകങ്ങൾ ഇതിലുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഗവേഷക സംഘം പറയുന്നു. 1 ലിറ്റർ മൂത്രത്തിൽ നിന്ന് 10 ഗ്രാം വളം ഉണ്ടാവും. ബാക്കി വരുന്ന വെള്ളം മണലും കല്ലും കരിയും നിക്ഷേപിച്ച കുപ്പിയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്നു. ഈ വെള്ളം നനയ്ക്കാനും മറ്റും ഉപയോഗിക്കാമെന്നും ഗവേഷക സംഘം പറയുന്നു.